1999 വിനയൻ സംവിധാനം ചെയ്ത് കലാഭവമണി നായകനായിട്ട് സിനിമയാണ് വാസ്നി ലക്ഷ്മി പഞ്ചനായാലും. ഈ ചിത്രം ഷൂട്ട് ചെയ്തത് തൊടുപുഴയ്ക്കടുത്തുള്ള കൊറയത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. കൊറയത്തൂർ ഷൂട്ട് ചെയ്ത ആദ്യത്തെ മലയാള സിനിമ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇതേ സിനിമ തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനും ഭാഗ്യ ലൊക്കേഷനൊക്കെ ആയ തൊടുപുഴയ്ക്കടുത്തുള്ള കൊറയത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഹോം ടൗൺ കരിങ്കുന്നം ആയതുകൊണ്ട് നമ്മൾ നേരെ കരിങ്കുന്നത്തുനിന്ന് നേരെ പുത്തമ്പള്ളിയിൽ നിന്ന് തുടങ്ങനാട്, പഴയമറ്റം, മുട്ടത്ത് നമ്മൾ നേരെ കൊറയത്തൂർ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവസാനം റിലീസ് ചെയ്ത, അതായത് OTT റിലീസായി ഓടിക്കൊണ്ടിരിക്കുന്ന ടോവിനോടെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ അല്ലേ കൊറയത്തൂരായിരുന്നു. ആ സിനിമയുടെ മെയിൻ ഹൈലൈറ്റായ പള്ളി ഉൾപ്പെടെയുള്ള രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത് കൊറയത്തൂരാണ്. പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കടമുറികളെല്ലാം അവിടെയാണ് ചിത്രീകരിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ ചെല്ലുമ്പോൾ ആ പള്ളിയിടുന്ന സ്ഥലങ്ങളും കടമുറിയിടുന്ന സ്ഥലങ്ങളും 1-2 ആക്ഷൻ രംഗങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. മുട്ടത്ത് നമുക്കിന്ന് നേരെ പോകേണ്ടത് കട്ടപ്പന റൂട്ടാണ്, അതായത് മൂലമറ്റം കാഞ്ഞാറുള്ള റൂട്ടാണ് പോകുന്നത്. ഇവിടുന്ന് മുട്ടത്ത് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം വരും നമുക്ക് പോകാനുള്ള കൊറയത്തൂർ വായനക്കാവ് ജംഗ്ഷൻ എന്നുള്ള സ്ഥലത്തേക്ക്. ആ സ്ഥലത്തിൻ്റെ പേര് എങ്ങനെയാണ്, കൊറയത്തൂർ വായനക്കാവ് ജംഗ്ഷൻ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മളങ്ങനെ വായനക്കാവ് ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴി കൂടെ നമുക്ക് കയറി പോകേണ്ടത്. ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ആർച്ച് വെച്ചിട്ടുണ്ട്. വായനക്കാവ് ദേവീക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര്. ആ അമ്പലത്തിനോട് ചേർന്ന് തന്നെയായിരുന്നു നമ്മുടെ പള്ളിച്ചട്ടമ്പി സിനിമയിലെ ആ പള്ളി കടമുറിയൊക്കെ സെറ്റിട്ടേക്കുന്നത്. നമ്മൾ ആ ട്രാഫിക് സിഗ്നലുള്ള ആ പാലത്തിൽ നമ്മൾ കയറി. ആ പാലം കയറി ഇറങ്ങുമ്പോൾ തന്നെ ഇടത്തോട്ടൊരു മണ്ണിട്ട വഴിയുണ്ട്. അതാ ഈ വഴിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കേഷൻ ചെല്ലാം. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്തിയിരിക്കും കേട്ടോ. സിനിമക്കാരുടെ ഇഷ്ട ലൊക്കേഷനും ഭാഗ്യ ലൊക്കേഷനും ഒക്കെ ആയ തൊടുപുഴയിലെ വളരെ മനോഹരമായ കൊറയത്തൂർ എന്നുള്ള ഗ്രാമത്തിലേക്ക് നമ്മളങ്ങനെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയായിട്ടാണ് ആ പള്ളി സെറ്റിട്ടേക്കുന്നത്. ആ മരത്തിനോടെയായിരുന്നു വലതുവശമായിട്ടാണ് പള്ളി സെറ്റിട്ടേക്കുന്നത്. ഇപ്പോൾ അവിടെ കാറൊക്കെ പിടിച്ച് പോയി, ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ നമ്മുടെ ബാബുരാജിൻ്റെ ഒരു ഇൻട്രോ സീൻ കാണിക്കുന്നുണ്ട്, ആക്ഷൻ രംഗം കാണിക്കുന്നുണ്ട്. ആ ആക്ഷൻ രംഗം ഷൂട്ട് ചെയ്തത് ഏകദേശം ഇവിടെ വെച്ചായിരുന്നു. അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടോവിനോയുടെ ഒരു സീൻ കാണിക്കുന്നു. ടോവിനോ ഇവിടെ നാട്ടിൽ വന്ന് ഇവിടുത്തെ ഒരു ഗുണ്ടകളായിട്ടൊക്കെ ഒരു ഏറ്റുമുട്ടുന്ന സീൻ കാണിക്കുന്നുണ്ട്. ആ സീനും ക്രിയേറ്റ് ചെയ്തത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ആ സീനും ക്രിയേറ്റ് ചെയ്തത്. പിന്നെ മെയിനായിട്ട് ഈ പാലമാണ്. ഈ പാലം നമുക്കെല്ലാവർക്കും അറിയാം. ഈ പാലം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് അല്ലു അർജുൻ്റെ ആര്യ എന്ന സിനിമയിലൊരു പാട്ട് സീനിനകത്ത് 2-3 സെക്കൻഡുകൾ മാത്രം, ഒരു 3-4 സെക്കൻഡുകൾ ഈ പാലം കാണിക്കുന്നുണ്ട്. അതുകൂടാതെ മീഡിയ തൂക്കും മുത്തുകൊണ്ട് സ്വപ്നം എന്ന സിനിമയിൽ നമ്മുടെ ദേവിച്ചേട്ടൻ ഓടി വരുമ്പം ഒരു കൊച്ചു പുറകെ വന്ന് ഈ പാലത്തിന് താഴ്പ്പമുണ്ട്. ആ പാലം ഈ സെയിം പാലം തന്നെ കേട്ടോ. അന്ന് ഈ പാലത്തിന് പണി പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കൊറയത്തൂർ എന്ന ഗ്രാമത്തിലെ ചെറിയ ചെറിയ സിനിമാ വിശേഷങ്ങൾ. പിന്നെ ഇതൊന്നും കൂടാതെ രസതന്ത്രം, കുഞ്ഞിക്കൂനൻ, ഭദ്രം, പിന്നെ ഇപ്പോൾ അവസാനം ഷൂട്ടിങ് കഴിഞ്ഞ അതിമനോഹരങ്ങൾ ഉൾപ്പെടെ ഏകദേശം ഒരു 50ഓളം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സിനിമാക്കാർ ഇഷ്ട ലൊക്കേഷൻ ഭാഗ്യ ലൊക്കേഷനൊക്കെ ആയ കൊറയത്തൂർ എന്ന ഗ്രാമത്തിലെ വിശേഷങ്ങൾ ഇതാണ്. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് ദിവസം വരാം.